ഹൗ ക്യാൻ ഐ ഇൻക്രീസ് മൈ സെയിൽ എങ്ങനെ കൂട്ടാം? നിങ്ങൾക്കിനി ബ്രേക്ക് ത്രൂ വരണമെന്നുണ്ടെങ്കിൽ സാധിക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പം നിങ്ങൾക്ക് വൺ ടൈം കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. കാരണം ലെവൽ 3യിൽ നമ്മൾ എന്ത് ചെയ്തു? ലീഡ്സിൻ്റെ എണ്ണം കൂട്ടി, കൂടുതൽ സെയിൽ വരാൻ തുടങ്ങി. ലെവൽ 4ൽ എന്ത് ചെയ്യണം? യു നീഡ് റിപ്പീറ്റഡ് കസ്റ്റമർ. എന്ത് ചെയ്യണം? റീസെല്ലിങ് ചെയ്യാൻ സാധിക്കണം. എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് വീണ്ടും വീണ്ടും വിൽക്കുവാൻ സാധിക്കണം. ആക്സിലറേഷൻ എന്ന് പറയും. ആഡ് മോർ പ്രോഫിറ്റബിൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ലീഡ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. എന്താണ് ഓപ്പർച്യൂണിറ്റി? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ സർവീസിൻ്റെ എണ്ണം കൂട്ടുക. കാരണം എന്താ? എക്സിസ്റ്റിംഗ് ആളുകൾ വീണ്ടും വന്ന് മേടിച്ചോളൂ. ദാറ്റ് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടുത്തെ നിങ്ങളുടെ മുന്നിലുള്ള ബ്രേക്ക് ത്രൂ, ഹൗ ക്യാൻ ഐ ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം, ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. സോ ദാറ്റ് ഇത് എൻ്റെ മാത്രം കമ്പനിയല്ല, ഇത് നമ്മളുടെ കമ്പനിയെന്ന് എല്ലാവർക്കും തോന്നണം. ഇതാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഇത് സെറ്റ് ചെയ്തെങ്കിൽ, ഇങ്ങനൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്താലേ, ഇതുവരെ നമ്മളായിരുന്നു. ഇനി ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ എനിക്ക് ഇവിടം വെച്ച് നമ്മൾ പതുക്കെ വിട്ട് തുടങ്ങാം. എനിക്കല്ല, നമുക്ക് വളരണം. അപ്പോൾ എൻ്റെ ലക്ഷ്യമല്ല, നമ്മുടെ ലക്ഷ്യമായിട്ട് മാറും. മാറി വി ആകും ഈ സ്റ്റേജിൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ആദ്യത്തെ 5 സ്റ്റേജ് ഉണ്ടല്ലോ, ഈ 5 സ്റ്റേജിലും നിങ്ങൾ എന്താകണമെന്നറിയോ? ഇവിടം തൊട്ട് മതി നമുക്ക് മാനുഷിക പരിഗണനയൊക്കെ. 5ാമത്തെ സ്റ്റേജ് വരെ നിങ്ങൾ CEO ആകണം. എന്താ CEO? ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മളൊരു ചെറ്റയായെങ്കിലേ നമുക്ക് 6ാമത്തെ ലെവലിൽ എത്താൻ പറ്റും.